ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്കോപ്പ് ഓഫ് ഡെമോഗ്രഫി ആണ്. സ്കോപ്പ് ഓഫ് ഡെമോഗ്രഫി വളരെ വൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതിൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഡെമോഗ്രഫി ഉണ്ട്, അതുപോലെ മൈക്രോ മാക്രോ, വെദർ ഇറ്റ് ഈസ് മൈക്രോ മാക്രോ സ്റ്റഡി, ദെൻ വെദർ ഇറ്റ് ഈസ് എ സയൻസ് ഓർ ആർട്ട്, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി വൈഡ് because it includes the subject matter, then whether it is micro macro, then it is science or an art. All these components come into the study of demography. First, the subject matter of demography. The subject matter of demography has become very vast in recent years. The study of demography encompasses the following. Number 1, size and shape of population. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല കണ്ടൻസ് വരുന്നുണ്ട്. ഒന്നാമതായിട്ട് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പോപ്പുലേഷൻ ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സൈസ് മീൻസ് നമ്പറാണ്, എത്ര നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ മീൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് യൂഷ്വലി റിസൈഡിങ് ഇൻ എ ഡെഫിനിറ്റ് ഏരിയ അറ്റ് എ ഡെഫിനിറ്റ് ടൈം. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ഏരിയയിൽ എത്ര പേര് റിസൈഡ് ചെയ്യുന്നു, താമസിക്കുന്നു എന്നുള്ളതാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പോപ്പുലേഷൻ ഓഫ് എനി റീജിയൻ, സ്റ്റേറ്റ് ഓർ നേഷൻ ആർ ചേഞ്ചബിൾ. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കാം അല്ലേ. ഒരു പ്രദേശത്തുള്ള പോപ്പുലേഷൻ കുറയാം, കൂടാം, ഒരു സ്റ്റേറ്റിലുള്ളത്, നേഷനിലുള്ളത് എല്ലാം ചേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് ബിക്കോസ് ഇതിന്റെ റീസൺ എന്താണ്? എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ യൂണിക് കസ്റ്റംസ്, സ്പെഷ്യാലിറ്റീസ്, സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ്, ദെൻ കൾച്ചറൽ അറ്റ്മോസ്ഫിയർ, മോറൽ വാല്യൂസ് ആൻഡ് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്സെപ്റ്റൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ മീൻസ് ഓഫ് ഫാമിലി പ്ലാനിംഗ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ്. അപ്പോൾ ഇത്രയും റീസൺസ് ഉള്ളത് കൊണ്ട് ഓരോ പ്രദേശത്തും ഓരോ കൺട്രിക്കും ഓരോ റീജിയനും അതിൻ്റേതായിട്ടുള്ള റീസൺസ് ഉണ്ട്, പോപ്പുലേഷൻ കൂടാനും കുറയാനും ഒക്കെ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാമാണ് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും അഫക്റ്റ് ചെയ്യുന്നത്? ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ the decisive factors that influence the size and shape of population, and therefore their importance in population studies is crucial. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. അപ്പോൾ ബർത്ത് റേറ്റ് കൂടുന്നു, അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നു, അതുപോലെ ഡെത്ത് റേറ്റ് കൂടുന്നു, അപ്പോൾ പോപ്പുലേഷൻ കുറയുന്നു. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും നമ്മുടെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് പോപ്പുലേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഇനി ഇത് കൂടാതെ, ഈ ഫാക്ടേഴ്സ് കൂടാതെ മാരേജ് റേറ്റ്, അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, ബിലീഫ് റിഗാർഡിംഗ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് മാരേജ്, ഏജ് ഓഫ് മാരേജ്, ഓർത്തഡോക്സ് കസ്റ്റംസ്, ഓക്കെ, പിന്നെ ഏർലി മാരേജ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്, ഹെൽത്ത് ഓഫ് മദർ, ചൈൽഡ് ഇൻഫന്റിസൈഡ് ഓർ മെറ്റേണൽ ഹെൽത്ത്, ദെൻ ഇൻഫന്റ് മോർട്ടാലിറ്റി, റെസിസ്റ്റൻസ് പവർ, ഇങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സാണ് നമ്മുടെ ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് കോമ്പോസിഷൻ ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആണ്. In the composition of population, factors like the sex ratio, then race-wise and age group-wise size of population, the ratio of rural and urban population, then distribution of population according to religion and language, occupational distribution of population, agricultural and industrial structure, and per square kilometer density of population are very important. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ്, സെക്സ് റേഷ്യോ, റേസ് വൈസ് ആൻഡ് ഏജ് വൈസ്, ഗ്രൂപ്പ് വൈസ് സൈസ് ഓഫ് പോപ്പുലേഷൻ, പിന്നെ എത്ര റൂറൽ ടു അർബൻ പോപ്പുലേഷൻ എത്രയാണ്, പിന്നെ പോപ്പുലേഷൻ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ റിലീജിയൻ, ലാംഗ്വേജ്, ഒക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അനുസരിച്ച്, ദെൻ അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ എത്രയാണ് പെർ സ്ക്വയർ കിലോമീറ്ററിൽ, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെൻസിറ്റിയെ നിശ്ചയിക്കുന്നതാണ്, കോമ്പോസിഷനെ നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞാൽ പെർ സ്ക്വയർ കിലോമീറ്ററിൽ എത്ര പേര് താമസിക്കുന്നു എന്നുള്ളതാണ്. ഹൗ മെനി പേഴ്സൺസ് ആർ റിസൈഡിങ് പെർ സ്ക്വയർ കിലോമീറ്റർ, അതാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ
സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സും ഇതിൽ നമ്മുടെ സബ്ജക്റ്റ് മാറ്ററിൽ ഉൾപ്പെടുന്നു. ഔട്ട് ഓഫ് മെനി പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു പോപ്പുലേഷൻ ഗ്രോത്ത്, ദ ഇഫക്ട്സ് ഓഫ് ഹൈ ഡെൻസിറ്റി ഡ്യൂ ടു ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ urban areas are of more importance as they affect the socio-economic life of people. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ നമ്മുടെ സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ദ പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ലം ഏരിയാസ്, പൊല്യൂട്ടഡ് എയർ, വാട്ടർ, ക്രൈം, അഡിക്ഷൻ ടു ലിക്കർ, ജുവനൈൽ ഡീലിക്വൻസി, ദെൻ പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇതും നമ്മുടെ ഡെമോഗ്രഫിയിൽ വരുന്ന സബ്ജക്ട്സ് ആണ്. ബിക്കോസ് these all are the socio-economic problems affecting the population. Next is quantitative and qualitative aspects. In that, the availability of physicians, how many physicians are available, how many number of hospitals are available, how many beds are there available in the hospitals, then how many deaths are happening, how many births are occurring, all these factors and calories of intake, all these factors come under the quantitative and qualitative aspects. അപ്പോൾ ഇതും ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി നമ്മുടെ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഡെമോഗ്രഫി, രണ്ടാമത് പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ഇപ്പോൾ രണ്ടാമത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആണ് വരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്: how people are distributed among and within continents, world regions and developed and underdeveloped countries. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ഇതിന് ആൻസർ കിട്ടുകയാണ്. അപ്പം നോക്കിയാൽ ഒന്നാമതായിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ഹൗ പീപ്പിൾ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് വിത്തിൻ കോണ്ടിനെന്റ്സ്, വേൾഡ് റീജിയൻ. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഓരോ റീജിയനിൽ എത്രത്തോളം പോപ്പുലേഷൻ വരുന്നു. ഓക്കെ, അതുപോലെ അവരെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അക്കോർഡിംഗ് ടു ദെയർ ലാംഗ്വേജ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, എക്സെട്ര എക്സെട്ര. ദെൻ രണ്ടാമത്തെ കാര്യം ഹൗ ദെയർ നമ്പേഴ്സ് ആൻഡ് പ്രൊപ്പോർഷൻസ്, എങ്ങനെയാണ് ഈ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും അനുസരിച്ച്, അതുപോലെ മാരേജ്, ഏർലി മാരേജ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ്, ഫെർട്ടിലിറ്റി റേറ്റ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അവരുടെ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഇനി വാട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കോസസ് ബ്രിങ് ചേഞ്ചസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, എന്തൊക്കെ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് കോസസ് ആണ് ഈ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ്റെ ചേഞ്ചസ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷനിൽ വരുന്നത്. ഇതിൽ തന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്കറിയാലോ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ്. അപ്പോൾ ഈ മൈഗ്രേഷനും വളരെയധികം കാരണം ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വെൻ പീപ്പിൾ ആർ മൈഗ്രേറ്റിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഡിക്രീസസ് ആൻഡ് വെയർ ദേ ആർ മൈഗ്രേറ്റിംഗ് ഇൻ that place their numbers are increasing. So this is one of the factor affecting demography. Okay, ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, urbanization ഇതേപോലെ മൈഗ്രേഷന്റെ സെയിം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം വെൻ പീപ്പിൾ ആർ മൂവിംഗ് ഫ്രം വൺ പ്ലേസ് ടു വൺ റൂറൽ ഏരിയ ടു urban area, the urban population increases and rural population decreases. That is another factor influencing demography. Then third one, theoretical models. There are so many theories propounded by sociologists, biologists, demographers and economists that affect the theory of population or demography. Then practical aspects like census methods, age pyramids, population projections. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് how many numbers are increasing and how many is the number of population in a country or in a region, അത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. Then population policies ഇതുപോലെ തന്നെ reproductive health, population control, family planning strategies ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഈ പോളിസീസിലൂടെയൊക്കെ നമുക്ക് ഡെമോഗ്രഫി എത്രത്തോളം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുവഴി നമുക്ക് ഇതിന്റെ സ്കോപ്പ് മനസ്സിലാവുന്നു. ദെൻ വെദർ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വൺ, വെദർ ഇറ്റ് ഈസ് മൈക്രോ ഓർ മാക്രോ സ്റ്റഡി എന്നുള്ളതാണ്. ഇപ്പോൾ പോപ്പുലേഷൻ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് നമുക്കൊരു മൈക്രോ ആയിട്ട് എടുക്കണം. മൈക്രോ മീൻസ് സ്മോൾ സ്റ്റഡി എന്നുള്ളതാണ്, ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി ആസ്പെക്റ്റിൽ എടുക്കുന്നതാണ്. മാക്രോ എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രഗേറ്റീവ് ആയിട്ട് ഇക്കോണമി ആസ് എ ഹോൾ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് മാക്രോ. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളതാണ് മറ്റൊരു
പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഡെമോഗ്രഫി ഈസ് എ സയൻസ് ഓർ ആൻ ആർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കൂടുതൽ സയൻസ് കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് അറിയാം, സയൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ് അല്ലേ. അതിനെന്താണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഡെമോഗ്രഫി ഒരു സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ സയൻസ് ആണ്. അതുപോലെ ഒരു ആർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ആർട്ടാണ്. കാരണം ചില ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള നോളജിൽ നിന്ന് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊരു ആർട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ ഇതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. ഇതിന് ചില തിയറീസ് ഉണ്ട്, ലോസ് ഉണ്ട്. ഇതുപോലെ നമുക്കിത് ഒബ്സർവേഷനിൽ എക്സ്പെരിമെന്റേഷനിലൂടെ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ മേക്ക് പ്രഡിക്ഷൻസ്. ദെൻ ഇറ്റ് ക്യാൻ ബി സെൽഫ് കറക്റ്റീവ് ആണ്. യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ട്സ് ആസ് എ സയൻസ് ഡെമോഗ്രഫിക്കുണ്ട്. അതുപോലെ ഇത് ഒരു ആർട്ട് എന്ന് പറയാനുള്ള റീസൺസ് ഇതിന് നമുക്ക് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ, ഏതൊക്കെ അസംഷൻസിനെ ബേസ് ചെയ്താണ് ഇത് നിൽക്കുന്നത്, അതുപോലെ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ഈ പോളിസി മെഷേഴ്സൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതൊരു ആർട്ടിന്റെ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെമോഗ്രഫിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്ന് സമ്മപ്പ് ചെയ്യാണ്. സ്കോപ്പ് ഓഫ് ഡെമോഗ്രഫിയിൽ ഒന്നാമതായിട്ട് സബ്ജക്റ്റ് മാറ്റർ, ദെൻ അതിൽ തന്നെ നമ്മൾ ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് പറഞ്ഞു. ദെൻ കോമ്പോസിഷൻ ആൻഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്. രണ്ടാമതായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, അതിൽ പോപ്പുലേഷൻ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവിടെ മൈഗ്രേഷനും urbanization അതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ മൂന്നാമതായിട്ട് നമ്മുടെ തിയററ്റിക്കൽ മോഡൽസ്, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്, പോപ്പുലേഷൻ പോളിസി, ഇത്രയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൈക്രോ, വെദർ ഇറ്റ് ഈസ് മൈക്രോ ഓർ മാക്രോ ആസ്പെക്ട് എന്ന് പറഞ്ഞു. 7th വൺ നമ്മൾ ഡെമോഗ്രഫി ആസ് എ സയൻസ് ഓർ ആൻ ആർട്ട് എന്ന് പറഞ്ഞു. സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് വന്നിട്ട് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നു. ഓക്കെ, ആർട്ടിൽ നമ്മൾ ഈ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആർട്ടായി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്കോപ്പിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.